നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു. കമ്മീഷൻ തങ്ങളുടെ നിലപാടുകളിൽ വരുത്തിയ സുപ്രധാനമായ മാറ്റങ്ങളും പുതിയ പരിഷ്കാരങ്ങളും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ശരിവയ്ക്കുന്നവയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദ്യ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി നിഷേധിച്ചു. കമ്മീഷൻ തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഏകദേശം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി രണ്ടാമതും വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ തെളിവുകളും വിവരങ്ങളുമൊക്കെ തന്നെ പുറത്തുവിട്ടതോടുകൂടി കാര്യങ്ങളൊക്കെ തന്നെ കീഴ്മേൽ മറിഞ്ഞു. ഈ ആരോപണങ്ങളെ നിസ്സാരമായി തള്ളിക്കളയാൻ കമ്മീഷന് സാധിക്കാതെ വന്നു. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി തന്നെ അംഗീകരിച്ചിരിക്കും. വോട്ടർ പട്ടികയിൽ വീഴ്ചകൾ സംഭവിച്ചുവെന്നും അത് തിരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. അതിലുമുപരി ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതിന് രാഹുൽ ഗാന്ധിയോട് ഔദ്യോഗികമായിട്ട് നന്ദിയും ക്ഷമാപണവും ആവശ്യപ്പെടാതെ തന്നെ കമ്മീഷൻ തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കാരണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും നിലവിലുണ്ടായിരുന്ന ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. മുൻപ് വോട്ടർ തിരിച്ചറിയൽ കാർഡിലെ നമ്പറുമായി ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ച ശേഷം ഓൺലൈൻ വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനും നീക്കം ചെയ്യുവാനും സാധിക്കുമായിരുന്നു. ഇത് അനധികൃതമായ ഇടപാടുകൾക്കും വ്യാപകമായ ക്രമക്കേടുകൾക്കും വഴി തുറന്നു. ഈ സൗകര്യം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരോപിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം ശക്തമായ തെളിവുകൾ ഹാജരാക്കി. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. കർണാടകയിലെ ആലന്ദ മണ്ഡലത്തിൽ ഇത്തരത്തിൽ 608 വോട്ടുകൾ അനധികൃതമായിട്ട് നീക്കം ചെയ്തതിൻ്റെ രേഖകൾ സഹിതമാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഈ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് ഈ ക്രമക്കേടുകൾ തടയാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ നടപടികളുമായിട്ട് രംഗത്തെത്തിയത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായകമായ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി മുതൽ വോട്ടർ പട്ടികയിലെ തിരുത്തലുകൾക്കുള്ള എല്ലാ അപേക്ഷകൾക്കും ആധാർ അധിഷ്ഠിത ഇ-സൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് ഓൺലൈനായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനും നീക്കം ചെയ്യുവാനും തിരുത്തലുകൾ വരുത്തുവാനും ഇനി മുതൽ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ നിർബന്ധമാണ്. ഫോം 6 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോം, ഫോം 7 പേര് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫോം, ഫോം 8 തിരുത്തലുകൾ വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഫോം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP അതുപയോഗിച്ച് മാത്രമേ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കൂ. ഇതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലത്തിലിരുന്ന് എങ്ങനെയാണ് വോട്ടുകൾ നീക്കം ചെയ്യുന്നത് എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകക്ഷിയും ആദ്യം ഉയർത്തിയിരുന്നു. എന്നാൽ ഓരോ മണ്ഡലത്തിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് EROമാർക്ക് മതിയായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ തന്നെ പേര് നീക്കം ചെയ്യാൻ പൂർണ്ണ അധികാരമുണ്ട് എന്ന വസ്തുത രാഹുൽ ഗാന്ധി കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. ഈ വെളിപ്പെടുത്തലിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് സമ്മതിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. രാഹുൽ ഗാന്ധി ഇവിടെ ഉയർത്തിയ ആരോപണങ്ങൾ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് സഹായകരമായി മാറി.